അത് തന്നെയാ. തിരുവനന്തപുരം ജില്ല ഇതുവരെ വി എസ് അച്യുതാനന്ദന് ജില്ലയിൽ നിന്ന് കടന്ന് ആ വിലാപയാത്ര ഇതുവരെ കൊല്ലം ജില്ലയിലേക്ക് കടക്കാൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 2:10 കൂടിയാണ് വിലാപയാത്ര സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് ആരംഭിക്കുന്നത്. ഇത്രയും സമയം കഴിഞ്ഞു. സാധാരണഗതിയിൽ 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുക്കുന്ന ആ യാത്ര. വിലാപയാത്രയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് കുറച്ച് കാലതാമസം ഉണ്ടാകും. പക്ഷേ വി എസ് അച്യുതാനന്ദന്റെ ഈ വിലാപയാത്രയിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വി എസിനെ അവസാനമായി കാണാൻ വേണ്ടി എത്തിച്ചേരുന്നത് കൊണ്ട് അത് പതുക്കെയാണ് വരുന്നത്. വരുന്ന മുഴുവൻ ആൾക്കാരെയും വി എസിനെ കാണിച്ചതിന് ശേഷം മാത്രം ആലപ്പുഴയിലേക്ക് വി എസിനെ എത്തിച്ചാൽ മതി എന്നുള്ള തീരുമാനം പാർട്ടി നേതൃത്വം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പതുക്കെ അത് യാത്ര ചെയ്ത് വരുന്നത്. കൊല്ലം ജില്ലയിലേക്ക് ഇനി കയറണമെങ്കിൽ ഇപ്പോൾ കടുവപ്പള്ളി ആയിട്ടുണ്ട്. കടുവപ്പള്ളി കഴിഞ്ഞാൽ കല്ലമ്പലം ഉണ്ട്, കല്ലമ്പലം നാവായിക്കുളം ഉണ്ട്, നാവായിക്കുളം കഴിഞ്ഞു കഴിഞ്ഞാലാണ് പാരിപ്പള്ളി. അതായത് 2-3 പോയിന്റ് കൂടി കഴിയണം. കടമ്പാട്ടുകോണമാണ് കൊല്ലത്തിന്റെ ബോർഡർ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പാരിപ്പള്ളിയിലേക്ക് കയറേണ്ടത്. നമ്മളിപ്പോ അതുവഴി യാത്ര ചെയ്ത് വരുമ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, ഇപ്പോ കടമ്പാട്ടുകോണത്തായാലും പാരിപ്പള്ളിയിലായാലും ചാത്തന്നൂരായാലും കൊട്ടിയത്തായാലും എല്ലാം പി എസിനെ കാത്ത് വലിയ ജനസഞ്ചയം ഇപ്പോഴും ഉറങ്ങാതെ അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് ഒരു മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ തന്നെയുണ്ട്. കസേരയിട്ട് പന്തലിട്ട് ആൾക്കാർ വി എസിനെ അവസാനമായി കാണാൻ വേണ്ടി കാത്ത് ഇരിക്കുകയാണ്. മണി 11:30 സമയം കഴിഞ്ഞു. ഈ വിലാപയാത്ര ആലപ്പുഴയിൽ എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പുലർച്ചെ ആവും. പക്ഷെ 4-5 മണിയാവാനുള്ള സാധ്യത തള്ളിക്കളയണ്ട. വി എസ് അച്യുതാനന്ദന്റെ വേലിക്കകത്ത് വീട്ടിലേക്കാണ് അദ്ദേഹം നേരെ പോകുന്നത്. അവിടെ നിന്ന് 8:30 DC ഓഫീസിലേക്ക് കൊണ്ടുപോകാമെന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴേ ആണ് ആലപ്പുഴ വി എസ് അച്യുതാനന്ദൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം കുറിച്ച സ്ഥലമാണ്. വി എസ് അച്യുതാനന്ദൻ തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലും വളർന്നു വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വൈകാരിക ബന്ധമുള്ള സ്ഥലമാണ്. അദ്ദേഹത്തിനോട് വൈകാരിക ബന്ധമുള്ള ആൾക്കാർ ഉണ്ട്. അതിനൊപ്പം ഇപ്പോ ഈ മൃതദേഹം കടന്നു വരുന്നത്, വിലാപയാത്ര കടന്നു വരുന്നത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്നാണ്. ഈ 3 ജില്ലകളിലെ ആൾക്കാർ വി എസിനെ കണ്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ പത്തനംതിട്ടയിൽ നിന്നുള്ള ആൾക്കാർ കൂടി തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഒക്കെ വന്ന് കണ്ടിട്ടുണ്ടാകാം. മറ്റ് 10 ജില്ലകൾ കൂടിയുണ്ട്. ആ ജില്ലകളിലുള്ള ആൾക്കാർ വി എസിനോട് സ്നേഹമുള്ള മനുഷ്യന്മാരുണ്ട്. അവരുകൂടി വി എസിനെ കാണാൻ വേണ്ടി നാളെ ആലപ്പുഴയിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയണ്ട. അതുകൊണ്ട് ഇന്ന് കണ്ടതിനേക്കാൾ വലിയ തിരക്ക് നാളെ അനുഭവപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വി എസ് കേരളത്തിന്റെ ജനമനസ്സിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞ പേരാണത്, ആ 2 അക്ഷരം എന്നുള്ളത് തെളിയിക്കുന്നതാണ് വി എസിന്റെ വിലാപയാത്രയിലുടനീളം നമ്മൾ കാണുന്നത് തന്നെയാണ്. പറഞ്ഞതുപോലെ ആ സ്നേഹമാണ് ആ ബഹുമാനമാണ് വി എസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. വി എസ് എത്രത്തോളം ആളുകൾക്കുള്ളിലേക്കും വി എസിനുള്ളിലേക്ക് ആളുകൾ എത്രത്തോളം ഇറങ്ങി എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ വിലാപയാത്രയിൽ 2 ഭാഗത്തായി റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നിൽക്കുന്ന മനുഷ്യർ വി എസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റെങ്കിലും നിർത്തിത്തരൂ എന്ന് അപേക്ഷിക്കുന്ന ആളുകളെ വരെ നമ്മൾ കുറച്ച് മുമ്പേ കണ്ടു. കാരണം അങ്ങനെ നിർത്തിക്കൊടുത്താൽ ഒരുപക്ഷെ ഇനിയും വൈകും എന്നുള്ളത് കൊണ്ടായിരിക്കാം അതിനുള്ളൊരു സാധ്യതയില്ല. പല സ്ഥലങ്ങളിലും മെല്ലെ സ്ലോ ആക്കുക മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പാർട്ടി നേരത്തെ തീരുമാനിച്ച സ്ഥലങ്ങളിൽ മാത്രമാണ് ഒന്ന് നിർത്തി ആളുകളെ കാണിക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ കടുവൽപ്പള്ളിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനി കല്ലമ്പലമാണ്. കല്ലമ്പലം കഴിഞ്ഞാൽ പിന്നെ കൊല്ലം തന്നെയായി. കൊല്ലത്തേക്ക് കടക്കുന്നു. കൊല്ലത്തും പല സ്ഥലങ്ങളിലും എത്രയധികം ആൾക്കാരുണ്ടാകും എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടറിയണം. കാരണം ആറ്റിങ്ങലിലെ ആ ജനസാഗരം നമ്മൾ കണ്ടതാണ്, കഴക്കൂട്ടത്ത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും കൊല്ലത്തേക്ക് കടക്കുമ്പോൾ ഉണ്ടാവുക, എത്രത്തോളം ആളുകൾ വി എസിനെ അവസാനമായി കാണാൻ അങ്ങോട്ടെത്തും എന്നൊക്കെയുള്ളത് ഇനി കാണണം. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രമാകുന്നു ഈ വിലാപയാത്ര എന്നുള്ളതാണ്. ഇതിനു മുമ്പ് പല നേതാക്കളും, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ മരിക്കുമ്പോഴുള്ള വിലാപയാത്രകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വി എസിൻ്റേതുപോലൊരു വിലാപയാത്ര
ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്നതും അറിയില്ല. അത്രയധികം ആളുകൾ, അത്രയധികം സ്നേഹം ബി എസിന് വാരിക്കോരി നൽകിക്കൊണ്ട് ബി എസിനെ യാത്രയാക്കുന്നു എന്നുള്ളതാണ്. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഏതാണ്ട് ഒരു 8-9 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. പക്ഷേ പകുതി ദൂരം പോലും, തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ എത്താനുള്ള പകുതി ദൂരം പോലും താണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് ഒരു 400 കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ട സമയമായിരിക്കുന്നു. പക്ഷേ ഇതുവരെ കൊല്ലം ജില്ലയിലേക്ക്, തൊട്ടടുത്ത ജില്ലയിലേക്ക് പോലും എത്താൻ സാധിച്ചിട്ടില്ല.